വെജ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് നമുക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമായത് എത്ര അരിയാണോ വേണ്ട അതിന് ആവശ്യമായ സാധനങ്ങൾ കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക, കുറച്ച് പട്ട ഗ്രാമ്പൊക്കെ ഇട്ട് ശേഷം ഉള്ളിയും തക്കാളിയും നല്ലോണം വാട്ടിയെടുക്കുക. നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക. ജസ്റ്റ് ഒരു 1 വിസിൽ മതി. പിന്നീട് നമ്മൾ വാടിയ ഈ തക്കാളി ഉള്ളിയും വാട്ടിയെടുത്തതിൽ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യമായ ബിരിയാണി മസാല ഞാൻ കുറച്ചിട്ടുണ്ട്, ചെറിയൊരു ടേസ്റ്റ് അതിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. പിന്നെ നമുക്ക് ചോറിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് കോളിഫ്ലവർ പൊരിച്ചെടുക്കുക. പിന്നെ വെന്ത പച്ചക്കറികളെല്ലാം ഈ മസാല ഇട്ടൊന്ന് ഇളക്കി സെറ്റാക്കുക. അത്രേ ഉള്ളൂ. അതിനുശേഷം അതിൽ കുറച്ചൊരു മല്ലിച്ചപ്പ് അല്ലികളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമായ ചോറിൻ്റെ കാര്യങ്ങളാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ ഇലയും ഇതൊക്കെ ഇടുക. ഗ്രാമ്പൂ പട്ടയൊക്കെ ഇട്ടതിന് ശേഷം കഴുകി വെച്ച അരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് അളന്ന് വെച്ച വെള്ളമുണ്ട്, അരിക്ക് കണക്കായ ആ വെള്ളം ചൂടാക്കാൻ വേറെ വെച്ചിട്ടുണ്ട്. ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് നമുക്കൊരു 10 മിനിറ്റ് വെച്ച് അടച്ച് പൂട്ടി വെച്ചതിന് ശേഷം നോക്കിയാൽ മതി. ഇത് നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. അതിന് മേലെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയത്. ചോറിൽ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്തത്. വെജ് ബിരിയാണി റെഡി. സാലഡ് കൂടെ ഉണ്ടായിരുന്നു. സെർവ്